ഹലോ എവരി വൺ. മറ്റൊരു എൻക്ലെക്സ് ആർഎൻ ക്വസ്റ്റ്യൻ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഓർത്തോപീഡിക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാം ഒരു ഈവന്റ് പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ, സോ ഇവിടുത്തെ ഈവന്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, എ ക്ലയന്റ് ഹു ഹാഡ് an application of a right arm cast complains of pain at the wrist when the arm is passively moved. The nurse should take which action first? This is the question. Okay, so the patient, a client who had an application, that means ഈ പേഷ്യന്റിന് ഓൾറെഡി ഒരു റൈറ്റ് ആം കാസ്റ്റ് കാസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഹു ഓൾറെഡി ഹാഡ് ആൻ ആപ്ലിക്കേഷൻ. കംപ്ലൈൻസ് ഓഫ്, ഇപ്പോൾ പേഷ്യന്റ് കംപ്ലൈൻ ചെയ്യുന്നു പെയിൻ. എവിടെ? റിസ്റ്റില് പെയിൻ കംപ്ലൈന്റ് ചെയ്യുന്നു. വെൻ ദ ആം ഈസ് പാസീവ്ലി മൂവ്ഡ് എന്ന് വെച്ചാൽ ആരെങ്കിലും കൈയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടോ മൂവ് ചെയ്യുകയാണെങ്കിൽ, ആക്റ്റീവ് മൂവ്മെന്റ് അല്ല, ഒരു പാസീവ് മൂവ്മെന്റ്. പാസീവ് മൂവ്മെന്റ്, ആക്റ്റീവ് എക്സർസൈസും പാസീവ് എക്സർസൈസും നമുക്കറിയാം. ആരെങ്കിലും കയ്യിൽ തൊടുവോ അല്ലെങ്കിൽ ആ കൈ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റി വെക്കുമ്പോൾ വേദന എടുക്കുന്നു. ദ നേഴ്സ് ഷുഡ് ടേക്ക് വിച്ച് ആക്ഷൻ ഫസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പേഷ്യന്റിന് ഒരു കുഴപ്പമുണ്ട്, അതിന് നേഴ്സ് ആദ്യം എന്ത് ചെയ്യും? ആദ്യം, ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു പ്രയോറിറ്റി മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ആദ്യം എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ 3 മാർഗങ്ങളുണ്ട്. നമ്മളുടെ ABC ഓർഡർ ഉണ്ട്, 2 നമ്മളുടെ നഴ്സിംഗ് പ്രോസസ് ഓർഡർ ഉണ്ട്, 3 നമ്മളുടെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളുടെ ABC എയർവേ ബ്രീതിങ് സർക്കുലേഷൻ ഒന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇത് കയ്യിൽ കാസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പെയിൻ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം. അവിടെ വീണ്ടും ഈ ഫിസിയോളജിക്കൽ ഒരു നീഡ്, ഈ പെയിൻ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഉള്ളത് നമ്മളുടെ നഴ്സിംഗ് പ്രോസസ് ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ ഈ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഒരു 4 ആക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ആദ്യം ചെയ്യും? അപ്പം നമുക്കിവിടെ നഴ്സിംഗ് പ്രോസസ് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എലിവേറ്റ് ദി ആം. അപ്പോൾ ഒന്ന് നമ്മളുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു ആം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെഗ് ആയിക്കോട്ടെ, ഒരു കാസ്റ്റ് അപ്ലൈ ചെയ്താൽ ഉടനെ ആ ഏരിയ ഓൾറെഡി എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ഓൾറെഡി ഉയർത്തി വെച്ചിട്ടുണ്ടാകും. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഈ ആം എലിവേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് റിസ്റ്റിലെ പെയിനിന് വലിയ ഡിഫറൻസ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി ആം എലിവേറ്റ് ചെയ്തിട്ടുണ്ടാകും, ഒന്ന്. രണ്ടാമത്തത് ഡോക്യുമെന്റ് ദ ഫൈൻഡിങ്സ്. ഈ ഡോക്യുമെന്റ് ദ ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മളൊരു നോർമൽ അസസ്മെന്റ് ഫൈൻഡിങ് മാത്രമേ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇത് ഓക്കെ ആണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ സയൻസ് നോർമലാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് പെയിൻ ഇല്ല, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നോർമൽ കാര്യം മാത്രമേ നമ്മൾ അങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് ഒരു കാര്യം അവസാനിപ്പിക്കുന്നുള്ളൂ. ഇവിടെ ചോദിക്കുന്നത് ആദ്യം എന്തു ചെയ്യുമെന്നാണ്. അപ്പം ഡോക്യുമെന്റേഷൻ എപ്പോഴും ഒരു ഫൈനൽ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, എപ്പോഴും നമ്മൾ നോർമൽ ഫൈൻഡിങ്സ് മാത്രമാണ്, ഒരു നോർമൽ ഫൈൻഡിങ് ആണ്. ഇപ്പം ഇവിടെ നമ്മൾ ഈ ഇവന്റിൽ ഒരു നോർമൽ ഫൈൻഡിങ് ആണ് കാണുന്നതെങ്കിൽ ഈ ഡോക്യുമെന്റ് ഫൈൻഡിങ്സ് എന്നുള്ള ആൻസർ എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഓപ്ഷന് ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു നോർമൽ കാര്യമല്ല. ഈ പെയിൻ എന്ന് പേഷ്യന്റ് പറഞ്ഞാൽ പെയിൻ ഈസ് വാട്ട് ദ പേഷ്യന്റ് സേസ് എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് പലതരത്തിലുള്ള, നമ്മൾ പെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് നമ്മളുടെ ഈ RN ക്വസ്റ്റ്യൻസിലെല്ലാം.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് പെയിനെ നമ്മൾ അങ്ങനെ തീർത്തും അവഗണിക്കാൻ പാടില്ല. പേഷ്യന്റ് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പെയിൻ ഉണ്ട്. പേഷ്യന്റ് എത്ര റേഞ്ച് പെയിൻ ഉണ്ടെന്ന് പറയുന്നു അത്രയും പെയിൻ ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കണം. നമ്മൾ ഇപ്പോൾ പറയുക അത്രയും വേദനയൊന്നും വരാനുള്ള സാധ്യതയില്ല, അങ്ങനെയൊക്കെ നമ്മൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ വേറെ ആർക്കും പെയിൻ ഇല്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്യാനോ ഒന്നും പാടില്ല. പെയിൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് എത്ര പറയുന്നു അതാണ് പെയിൻ ലെവൽ എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കറിയാം വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നോർമൽ ഫൈൻഡിങ് അല്ല, അത് എപ്പോഴും ഒരു അബ്നോർമൽ ഫൈൻഡിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഡോക്യുമെന്റ് ദ ഫൈൻഡിങ്സ് ആൻസർ ആയിട്ട് വരത്തില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, മെഡിക്കേറ്റ് വിത്ത് ആൻ അഡീഷണൽ ഡോസ് ഓഫ് ആൻ ഒപ്പിയോയിഡ്. ഇവിടെ നമുക്ക് ഒരു നേഴ്സിന് നമ്മൾ സ്വയം അങ്ങനെ ഒരു അഡീഷണൽ ഡോസ് കൊടുക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ അവിടെ ഒരു ഇത് ഇല്ലാത്തടത്തോളം കാലം. അല്ലെങ്കിൽ ഈ ക്വസ്റ്റിനകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഒരു അഡീഷണൽ ഡോസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഒപ്പിയോയിഡ് കൊടുത്തു, അടുത്ത ഒരു ഒപ്പിയോയിഡിനുള്ള സമയമായി, അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതും നമുക്ക് പറ്റത്തില്ല. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ഫോർ പാരസ്തീഷ്യാസ് ആൻഡ് പാരാലിസിസ് ഓഫ് ദി റൈറ്റ് ആം. ഇവിടെ ഈ 4 ഓപ്ഷൻ വെച്ചിട്ട് ഈ 4 ഓപ്ഷനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഇവിടെ ഈ എലിവേറ്റ് ദി ആം ഞാൻ പറഞ്ഞു ഓൾറെഡി എലിവേറ്റഡ് ആയിരിക്കും, അപ്പൊ പിന്നെ വീണ്ടും എലിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 4 ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് 3 ഓപ്ഷൻസും ഇന്റർവെൻഷനാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ഈ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒരു അസസ്മെന്റ് ഓപ്ഷനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നമ്മളുടെ നഴ്സിംഗ് പ്രോസസ്സിൽ അസസ്മെന്റ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ചെക്ക് ഫോർ പാരസ്തീഷ്യ. പാരസ്തീഷ്യ എന്ന് പറഞ്ഞാൽ നംബ്നെസ്, ഒരു നംനെസ്, ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു മരവിപ്പ്, അതാണ് പാരസ്തീഷ്യ. പിന്നെ പാരാലിസിസ് നമുക്കറിയാം ലോസ് ഓഫ് ഫങ്ഷൻ അല്ലെങ്കിൽ ലോസ് ഓഫ് മൂവ്മെന്റ്, പാരാലിസിസ് മൂവ്മെന്റ് ഇല്ലാതിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ നമ്മളുടെ ടെസ്റ്റ് ടേക്കിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ നോക്കിയാൽ ഈ 3 ഇന്റർവെൻഷൻ ആണ്. ഇത് മാത്രമേ ഉള്ളൂ അസസ്മെന്റ്. ആദ്യം എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം സാധാരണഗതിയിൽ നഴ്സിംഗ് പ്രോസസ് അനുസരിച്ച് ആദ്യം അസസ്മെന്റ് ചെയ്തതിന് ശേഷമാണ് പ്ലാനിങ് ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ തിയറട്ടിക്കലി കുറച്ചും കൂടെ ഇൻഡെപ്തിലേക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ സാധാരണഗതിയിൽ ഒരു കാസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം, കാസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു ഫ്രാക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റ് പെയിൻ ഒക്കെ കംപ്ലൈന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ പെയിൻ മെഡിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് കാസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. കാസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആ ഏരിയ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇമ്മൊബിലൈസ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ അങ്ങനെ പെയിൻ ഉണ്ടാവേണ്ട കാര്യമില്ല. കാസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ അവിടെ നമ്മൾ പാസീവ്ലി മൂവ് ചെയ്താൽ പോലും അവിടെ പെയിൻ ഉണ്ടാകേണ്ട സാധ്യതയില്ല. ഇനി അങ്ങനെ പെയിൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു പോസിബിലിറ്റി ആകാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. ഓക്കെ, കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. ഇത് കേട്ടിട്ടില്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് വായിക്കുക. കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ഈസ് എ പോസിബിൾ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. അപ്പൊ അതുകൊണ്ട് അതായിരിക്കാം പേഷ്യന്റ് പെയിൻ കംപ്ലൈന്റ് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി അത് ആവാം. ഓക്കെ, അത് നമുക്ക് ആണ് എന്നൊന്നും പറയുന്നില്ല, അതിന്റെ ലക്ഷണങ്ങളൊന്നും പറയുന്നില്ല, പെയിൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതിന്റെ മറ്റ് ലക്ഷണങ്ങളാണ് പാരസ്തീഷ്യ, പാരാലിസിസ്, പെയിൻ കൂടി വരുന്നു, അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ചിലപ്പോൾ ഈ നമ്മളുടെ ഈ കാസ്റ്റ് ഇട്ടിരിക്കുന്ന കുറച്ച് ടൈറ്റായി, അല്ലെങ്കിൽ അവിടെ ഫേഷ്യ ഒരു ഫ്രാക്ചർ ഒക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ആണ്. സോ യു പ്ലീസ് റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് വായിക്കുക, മറന്നു പോകരുത്. അപ്പോൾ അതുണ്ടോ എന്നുള്ള ഒരു അസസ്മെന്റ് ആണ് ഈ ചെക്ക് ഫോർ പാരസ്തീഷ്യ ആൻഡ് പാരാലിസിസ് ഓഫ് ദി
റൈറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും കൂടുതൽ വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ അതുപോലെ മറ്റ് RN അല്ലെങ്കിൽ DHA ഹാദ് ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റ് കൂടുതൽ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. ഓക്കെ, ഇനിയും പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.